ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നലെ നമ്മൾ ബ്യൂട്ടി ടിപ്പാണല്ലോ കാണിച്ചത് കേട്ടോ. അപ്പോൾ എന്നും ബ്യൂട്ടി ടിപ്പ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഉണക്ക് കാലാവസ്ഥയാണ്. നമ്മുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് എന്താ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മുരിച്ചിലും ഒക്കെ ഉണ്ടല്ലോ. ഇനി എല്ലാവർക്കും മഞ്ഞും തണുപ്പും ചൂടും എല്ലാം കൂടെ ഉള്ള ഒരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി കിടുക്കാച്ച ടിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ മുഖത്തൊക്കെ ഇട്ടാറുണ്ടല്ലോ, രോമ വളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. പിന്നെ മീശക്കാരി പെണ്ണുങ്ങളെന്നൊക്കെ പറയുന്നില്ല, മീശയൊക്കെ ഉള്ളവരെന്ന് പറയത്തില്ല. രോമം ചില സ്ത്രീകൾക്ക് രോമം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ഒരു പരിധി വരെ, മൊത്തവും അങ്ങനെ അങ്ങ് പോകുമെന്ന് ഞാൻ പറയത്തില്ല, ഒരു പരിധി വരെ നമുക്ക് മാറിക്കിട്ടുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യണം. ഇത് നല്ല തണുപ്പാണ് കേട്ടോ. മുഖത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും എന്താണ് നല്ല കൂളിങ് ഉള്ള ഒരു പായ്ക്കാണ്. രാവിലെയോ രാത്രിയിലോ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഞാൻ മുഖം കഴുകിയിട്ട് വന്നേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൺപീലിയിലൊക്കെ ഉണ്ടല്ലോ വെള്ളമൊക്കെ വീഴുമ്പോഴല്ലോ നല്ല സുഖം, തനിയെ ഉറക്കം വരും പിള്ളേരെ. ഞാൻ ഇപ്പം മുഖം കഴുകിയിട്ട് വന്നേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയട്ടെ. അപ്പോൾ ഗോൾഡൻ ക്രീം, നമുക്ക് അതിന് പേരിടാം ഗോൾഡൻ ക്രീം. ഇന്നലെ ഏതോ ഒരു ചേട്ടൻ പറയുന്നത് കേട്ടു, സ്വർണ്ണമെന്ന് പറയുന്നത്. ഞാൻ ഇത് തമ്മനയിൽ നമ്മളങ്ങനെ അല്ലേ എഴുതി. അപ്പോൾ ആ ചേട്ടൻ അങ്ങനെ ഓടിയത്, ചേട്ടാ സ്വർണ്ണത്തിൻ്റെ പേര് പറഞ്ഞ് ഈ വഴിയെ കണ്ടേക്കിട്ട് എനിക്കിപ്പോൾ അത് സത്യം പറഞ്ഞ് അതിൻ്റെ കാര്യം കേൾക്കുന്നതേ എനിക്ക് ബോധക്കേട് വരിക കേട്ടോ. നമ്മുടെ ഇവിടെ സ്വർണ്ണത്തിൻ്റെ ഒരു കളിയേ ഇല്ല കേട്ടോ. അവിടെ നമുക്കൊരു ഗോൾഡൻ ക്രീം ഉണ്ടാക്കാം രാത്രിയിലും രാവിലെ നിങ്ങളിത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വേണ്ടുന്ന സാധനങ്ങൾ ഇതുപോലൊരു കുഞ്ഞൊരു ബൗൾ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ല് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതും ഇവനില്ലാതെ ഒരു കാര്യമില്ലല്ലോ, ബഹുമാനപ്പെട്ട നമ്മുടെ പെൺകുട്ടൻ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ. അപ്പോൾ നമുക്ക് എന്താ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തോളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്ത സുപ്പുവിൻ്റെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞളാട്ടെ. ഇത് പച്ചമഞ്ഞൾ ഞാൻ പൊടിച്ചുണക്കിയത് കേട്ടോ. നമ്മൾ ഒരിക്കലും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിലെ മഞ്ഞപ്പൊടി, അത് മഞ്ഞപ്പൊടി തന്നെ കേട്ടോ, മഞ്ഞളല്ല. അത് എനിക്കറിയത്തില്ല കേട്ടോ, നമ്മളതൊന്നും വാങ്ങിക്കത്തില്ല. നമ്മളിവിടെ മില്ലിലോ നമ്മുടെ വീടുകളിലോ പൊടിച്ചത് നമ്മൾ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. കഴിവതും നമ്മൾ ഇതേപോലെ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യാൻ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വാരി തൂക്കാൻ വേണ്ടി നിങ്ങൾ ആ കവറിനകത്ത് പാക്കറ്റിലെ മഞ്ഞപ്പൊടി ഒരിക്കലും നിങ്ങൾ എടുക്കല്ലേ. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ദോഷമായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് 3 മാത്രം മതി ഒരു ഗോൾഡൻ ക്രീം ഉണ്ടാക്കാൻ കേട്ടോ. പറഞ്ഞു വന്ന കാര്യം അതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എപ്പോഴും ഞാൻ പറയുമല്ലോ, എനിക്ക് മഞ്ഞൾ ഞാൻ ഇടും, പക്ഷെ ഒരുപാട് ഇട്ടാൽ എൻ്റെ മുഖത്ത് നന്നായിട്ട് എടുക്കാറില്ല കേട്ടോ. അപ്പോഴതുകൊണ്ട് തന്നെ കുറച്ചെടുത്താൽ മതി കേട്ടോ. ചെയ്ത് നോക്കോ. ഇന്ന് ഞാൻ കമ്പെടുക്കാൻ മറന്നുപോയി, 2 എണ്ണം എല്ലാവർക്കും തരാൻ. ചെയ്യുമോ? ഇതൊക്കെ ചെയ്യാവുന്ന ടിപ്പുകളല്ലേ ഈ സുപ്പു കാണിച്ചു തരുന്നത്. സുപ്പൂനോ മടിയായി, എൻ്റെ ശിഷ്യർക്കെങ്കിലും മടിയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലെ ആരോ ഒരു കമൻ്റ് ഇട്ടല്ലോ, അലോവേര ജെല്ലി കേട്ടോ. ഇത് നമുക്ക് ഇച്ചിരി തോനെ എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇതങ്ങോട്ട് തോനെയെന്നും വെച്ചാൽ കുറച്ച് കേട്ടോ. എടാ ചാടിപ്പാകും. പിന്നെ ആരോ പറഞ്ഞു സുപ്പു ഇതൊക്കെ ചെയ്ത സത്യം കേട്ടോ. അതാ പേര് കിച്ചാപ്പി അല്ലല്ലോ ചാനലിൻ്റെ പേരെന്താ, ഇപ്പോഴും ഞാൻ കാണുന്നതാണ് കേട്ടോ. നന്നായിട്ട് മുഖത്ത് നല്ല പാടുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമൊക്കെ ഞാൻ വീഡിയോ കണ്ടപ്പം അത്ര ഇല്ലായിരുന്നു കേട്ടോ, നമ്മൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം നന്നായിട്ട് മുഖത്ത് ഈ കരിമങ്ങലിയാണെന്ന് തോന്നുന്നത് കേട്ടോ. പക്ഷേ ഇതൊക്കെ നമുക്ക് ചെയ്തത് ഒത്തിരി മാറ്റം കിട്ടും കേട്ടോ. ഇന്നലെ എന്നോട് ചോദിച്ചായിരുന്നു
എന്നും ഞാനിപ്പോൾ എന്നും ചെയ്യുന്നുണ്ടല്ലോ, ഈ പായ്ക്കുകളൊക്കെ നമ്മൾ എന്നും ചെയ്യുന്നുണ്ടല്ലോ, എന്നും ചെയ്തു പോയിക്കും, ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിതൊന്നും കെമിക്കലുള്ള സംഭവങ്ങളല്ലല്ലോ ഇതൊന്നും എടുക്കുന്നത് കേട്ടോ. അപ്പോഴേ എന്നും ചെയ്യണം കേട്ടോ. നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം വീഡിയോ കണ്ടപ്പോൾ അത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്കും അങ്ങ് വിഷമം വന്നു. ഞാൻ അങ്ങോട്ട് പറയാഞ്ഞത് വിഷമം ആവില്ല, ചിലർക്ക് എന്തെങ്കിലും പറയുമ്പം വിഷമം വരത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ സുപ്പ് പറയാഞ്ഞ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയോ, നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കേട്ടോ. എൻ്റെ മുഖം ഇത്ര ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് എന്താ ഈ ചുളിവുകൾ നല്ലതായിട്ട് നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് എന്തായാലും ആ ചുളിവുകൾ വരും. പക്ഷെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ചുളിവ് നന്നായിട്ട് അതറിയാമായിരുന്നു കേട്ടോ. അപ്പോഴും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, ഞാൻ ഗ്യാരണ്ടി. പിന്നെ നമുക്ക് അലോവേര ജെല്ല് ഞാനിട്ടു. അപ്പോൾ കൂടെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ തേൻകുട്ടനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പിഞ്ച് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് മുഖത്ത് നന്നായിട്ട് എടുത്തറിയും കേട്ടോ. ചിലരുടെ മുഖത്ത് അങ്ങനെ എടുത്തറിയും കേട്ടോ. അപ്പോഴും നിങ്ങൾ ഒരു നുള്ളു കണ്ടോ, ഒരു പിഞ്ച് ഞാൻ ഇട്ടുള്ളൂ. നമ്മുടെ മറ്റേതുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഇത് രണ്ടല്ലല്ലോ, ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നോട് ചോദിച്ചു ഞാൻ പക്ഷെ കമൻറ്റ് തിരിച്ച് റിപ്ലൈ തന്നില്ല കേട്ടോ. അപ്പോൾ കേട്ടോളൂ കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ ഗ്യാരണ്ടി, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. മൂക്കൊക്കെ ചൊറിയുന്ന ആരോ കൊതിഞ്ഞോണേ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയാം. അവർക്കൊന്നും പിന്നെ ഒരു തൊഴിലുമില്ല. എൻ്റെ കൊതിന്നോണയും പറച്ചിൽ തന്നെ കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞത് ചെയ്യണേ, ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. സുപ്പ് ഗ്യാരണ്ടി തന്നേക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീമി പരുവത്തിലാവും, നല്ലൊരു ക്രീമും മാതിരിയാവും. സത്യം ഗോൾഡ് കളർ വരും കേട്ടോ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ സുപ്പ് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനേ വീഡിയോ ചെയ്യുന്നെങ്കിലും നമ്മളൊന്നും കള്ളത്തരങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ഒന്നും നമ്മൾ പറയത്തില്ല. എന്തിനാണ് നമ്മളങ്ങനെ കള്ളത്തരം പറയുന്നത്? തേൻ കട്ടുന്നില്ല, ഒലിച്ചിറങ്ങുന്നതോടൊക്കെ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് തേൻ എടുത്ത് കഴിഞ്ഞ് ഇച്ചിരി കഴിക്കണം. എല്ലാവരും വഴക്ക് പറയും ഷുഗർ കൂടുമെന്ന്. എനിക്ക് ഇച്ചിരി കട്ട് തിന്നില്ല ഒക്കത്തില്ല കേട്ടോ. നല്ല മധുര കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ ഗോൾഡൻ ക്രീം ഇവിടെ സെറ്റായി കണ്ടോ. നല്ല അടിപൊളിയാണ്. തേനും നമുക്ക് മുഖത്ത് നല്ല കളറുണ്ടാകാനും, മഞ്ഞളാണെങ്കിൽ അത് തന്നെ നല്ല കളറുണ്ടാകാനും, പിന്നെ നമുക്ക് കൂളിങ് തരുന്നതാണല്ലോ നമ്മുടെ ആലോവേര ജെല്ല് കേട്ടോ. ഇത് കഴുകി കളയണമെന്നില്ല. പിന്നെ തേൻകുട്ടനുള്ളത് കൊണ്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ചിലപ്പോഴെങ്ങാനും ഉറുമ്പ് കയറി കടിച്ചാലോ, അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സന്ധ്യയ്ക്ക് ചെയ്തിട്ട് രാത്രിയിലൊന്ന് കഴുകിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പരട്ടാം. രാവിലെ ആണെങ്കിലും രാവിലെ കുളിക്കുന്നതിന് മുന്നേ മുഖം കഴുകിയിട്ട് നിങ്ങളെ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ മുഖത്ത് ഞാൻ ഒന്നും തേക്കത്തില്ല കേട്ടോ. പൗഡറൊന്നും ഞാൻ തേക്കത്തില്ല. കുളി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ പായ്ക്കിടുന്നത് കൊണ്ട് സത്യം എൻ്റെ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, പൗഡർ ഇടത്തില്ല കേട്ടോ. പൗഡർ ഇടത്തതേ ഇല്ല ഞാൻ. അങ്ങനെ അങ്ങ് വെറുതെ വിട്ടേക്കും. നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിലും ഇങ്ങനെ പുരട്ടിയിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് അങ്ങ് കഴുകി കളഞ്ഞാൽ പിന്നെ നമ്മൾ കുളിക്കുമ്പം സോപ്പ് ഇടാതിരിക്കുന്നത് കേട്ടോ. സോപ്പ് ഇടരുത്. ഇത് നമുക്ക് തേനുള്ളത് കണ്ടോ കഴുകി കളയണമെന്ന് പറയുന്നത്, കഴുകി മാറ്റണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉറുമ്പ്, സത്യം ചിലപ്പോൾ ഉറുമ്പെങ്ങാനും കയറി കടിച്ചാൽ ഈ സുപ്പിനെ നിങ്ങളെ ചീത്ത വിളിക്കുക അവൾ പറഞ്ഞു അങ്ങനെ കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം കെട്ടിയന്മാർ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ അവിടെ ഇല്ല, എന്താണ് നമ്മളെ ഉറുമ്പ് പൊക്കിക്കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സന്ധ്യക്കൊക്കെ ചെയ്തിട്ട് രാവിലെയോ സന്ധ്യക്കൊക്കെ പരട്ടിയിട്ട് ഇങ്ങനെ തുടച്ചെടുത്തോളൂ കേട്ടോ. ഒരു 15 മിനിറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കുമോ, അതോ ഈ സുപ്പ് വെറുതെ ഇരുന്ന് പറയുവാണോ? ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നല്ല കളറ് കിട്ടും കേട്ടോ മുഖത്ത്. അതിനാണ് പറയുന്നത് ഗോൾഡൻ അയക്കുന്നത് കേട്ടോ. നമ്മുടെ മുഖത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുഖം ഞാൻ ഒരുപാട്
സോഫ്റ്റായി കേട്ടോ. പിന്നെ മഞ്ഞൾ ഒരുപാട് ഞാൻ അങ്ങനെ ഇടത്തില്ല കേട്ടോ. മഞ്ഞളിട്ട് നന്നായിട്ട് എനിക്കറിയാൻ പറ്റി. തൂത്തങ്ങ് തരട്ടിക്കാം കേട്ടോ. പിന്നെ എന്താ, എല്ലായിടത്തും കരോളുകാരൊക്കെ വന്നോ, നമുക്കൊരു കൂട്ടർ വന്നു, ഇനി ഒരു കൂട്ടർ വരും കേട്ടോ. അങ്ങനെ ക്രിസ്മസ് ഒക്കെ ദേ ഇങ്ങെത്തി. അടുത്തത് ന്യൂ ഇയർ. എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. എല്ലാവർക്കും ഈ 2024 എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം? എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ആയിരുന്നു. പിന്നെ സുഖവും. ആരെവിടെ? ഒരു പൂച്ച. പിന്നെ ജീവിതമാണ്, സന്തോഷം കാണും, അതിനകത്ത് ദുഃഖം കാണും, എല്ലാം തള്ളി ഉണ്ടി നമ്മൾ എല്ലാവരും അങ്ങനെ അങ്ങ് പോകും അല്ലേ. പിന്നെ എനിക്ക് ദൈവത്തോട് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, തമ്പുരാൻ ആർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുക്കരുതേനാട്ടോ. അത് മാത്രമേ ഉള്ളൂ ഈ സുഖുവിൻ്റെ പ്രാർത്ഥന. ആപത്തും കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കരുത്. നമുക്കത് താങ്ങാൻ പറ്റത്തില്ല അല്ലേ, ആർക്കാണേലും. നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ പറയത്തില്ലേ, ശത്രുക്കൾക്ക് പോലും ഒരാപത്ത്. നമുക്ക് ശത്രുക്കളില്ല. എതിരാളികളുണ്ടോ ഈ സുപ്പുന്? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും ഉണ്ടോടെ എതിരാളികൾ? അയ്യോ, എന്നാ പോയി നമ്മുടെ കാര്യം. എതിരാളികളൊന്നുമില്ല ഇതുവരെ സുപ്പുന് കേട്ടോ. സത്യം ദൈവത്തോടെ ഇതേ ഉള്ളൊരു പ്രാർത്ഥന, ദൈവമേ ഒരാപത്തും വരുത്തല്ലേ ആർക്കും. അതേ ഉള്ളൂ. അടുത്ത 2025 വരുന്നു. ആർക്കും ആപത്തുകളും കാര്യങ്ങളും. പിന്നെ വേറൊരു സംഭവം, കടവും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനത്തെ കിടന്നുറങ്ങാൻ കിട്ടും അല്ലേ. സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച, കടമുണ്ടെങ്കിൽ പിന്നെ കിടന്നുറങ്ങാനും ഒക്കത്തില്ല. എൻ്റെ പൊന്നേ, ഞെട്ടിയോടൊരു അല്ലേ, അവർക്ക് കൊടുക്കാനുണ്ട് ഇവർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയും അല്ലേ. സത്യമല്ലേ? അതൊന്നും ഇല്ലാതിരിക്കട്ടെ. 2025 ദൈവം എല്ലാവർക്കും സന്തോഷവും സമാധാനവും പൈസകളൊക്കെ വാരിക്കോരിയൊക്കെ തരട്ടെ. എവിടുന്നാന്നറിയത്തില്ല. എന്നാൽ പിന്നെ പണമഴ വല്ലതും പെയ്യണല്ലേ. പൈസ ഇങ്ങനെ തുരുതുരാ വരണമെന്നുണ്ടെങ്കിൽ വേണ്ട. കഷ്ടപ്പെട്ടതിന് പ്രതിഫലം തന്നാൽ മതി ദൈവം. നമുക്ക് എല്ലാവർക്കും അല്ലേ, നമ്മുടെ കഷ്ടപ്പാടിനുള്ള നമ്മുടെ കൈ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നതിന് പ്രതിഫലം തന്നാൽ മതി എൻ്റെ തമ്പുരാനെ കേട്ടോ. ഞങ്ങൾക്ക് അതിമോഹം ഒന്നുമില്ല ദിനേശ. ദൈവത്തിനെ വിളിക്കുക ദിനേശ. അതിമോഹമൊന്നുമില്ല ദിനേശ. ഈ സുഖു മൊബൈല് മൊത്തത്തിൽ അങ്ങ് പോയായിരുന്നു കേട്ടോ. ഒത്തിരി വീഡിയോ നമ്മളെടുത്ത് കളയാനുണ്ടായിരുന്നു. അതൊക്കെ തേച്ച് നമ്മുടെ ഗോൾഡൻ ക്രീമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇങ്ങനെ ചെയ്യണം. സത്യമായിട്ടും അന്ന് എളുപ്പപ്പണി, ഒരു സൂത്രം ഞാൻ പറഞ്ഞു തന്നതില്ല, നിങ്ങളും ചെയ്ത് നോക്കണം. ഇനിയിപ്പം സുപ്പു കഴുകി കാണിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല. ഇനിയിപ്പം കഴുകി കാണിക്കണോ? ഇല്ല, കുടുംബശ്രീക്ക് പോകണം ഇന്ന് കേട്ടോ. കുടുംബശ്രീക്ക് പോകണം. ഇനി ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. ഇച്ചിരിയും കൂടെ അടുക്കളയിൽ പണിയൊക്കെ ഉണ്ട് കേട്ടോ. ആ പണിത്തിരക്കിനിടയിലും വന്ന് ഞാൻ ഈ ടിപ്പൊക്കെ കാണിച്ച് തരുന്നു. നിങ്ങൾ അന്നേരം ചെയ്ത് നോക്കുമോ? എൻ്റെ അടുക്കളയിലെ പണി ഇനിയും കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. രാവിലെയൊക്കെ അല്ലേ. ഇനിയും പണിയൊക്കെ കിടപ്പുണ്ട്. ഞാനിതിപ്പോഴേ കഴുകി മാറ്റുന്നില്ല. എന്തായാലും നമ്മൾ തേച്ചതാണല്ലോ, അതാ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ കഴുകി മാറ്റുന്നില്ല, തുടച്ച് മാറ്റുന്നില്ല കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി ടിപ്പാണ്. രോമ വളർച്ചയൊക്കെ നമുക്ക് ചിലർക്കുണ്ടല്ലോ. ഇപ്പം പിന്നെ ഒരുപാട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ രോമം ഇങ്ങനെ പറിച്ച് കളയുന്നത് ചിലതൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് മുഖത്ത് അങ്ങനെ നമുക്ക് രോമങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരുപാട് നമുക്കിതിപ്പം ചെയ്യാം. അങ്ങനെ പോകാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. കൂട്ടുകാരൊക്കെ ചെയ്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ കേട്ടോ. അതിന് ഇതൊക്കെ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് കിട്ടും. കരിമങ്ങല്ലിയോ മുഖത്തെ ടാനോ എന്തെല്ലാം, അതൊക്കെ വെയിലൊക്കെ കൊണ്ടിട്ട് തളർന്നൊക്കെ വന്ന് നിൽക്കത്തില്ലേ. നമ്മൾ ഉച്ചയ്ക്ക് ചിലപ്പം കുടയൊന്നും കൊണ്ടുപോകത്തില്ല. നമ്മൾ തളർന്ന് മുഖമൊക്കെ കരിവാളിച്ച് വാടി തളർന്നൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞ് നമ്മളൊന്ന് മുഖമൊക്കെ കഴിയിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് ഒന്ന് നോക്കിക്കോളും. നല്ല വ്യത്യാസം നമുക്ക് കിട്ടും. മുഖത്ത് കളറ് കിട്ടാനും, മഞ്ഞളൊക്കെ നമുക്ക് മുഖത്ത് നല്ല കളറ് കിട്ടാനും, തേനാണെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ. ഇതൊക്കെ തന്നെ ഈ ഓരോരുത്തരെ തന്നെയാണ് ഇത് നമുക്ക് മുഖത്ത് നമ്മുടെ ഫേസിൽ തേച്ച് കൊടുത്താൽ നല്ല വ്യത്യാസം കിട്ടും. പിന്നെ
ഏത് തരം പായ്ക്കുകളാണേലും നമ്മൾ ഒരു പ്രാവശ്യം തേച്ചത് കൊണ്ടോ വെളുക്കുകയോ കറക്കാൻ ആരെങ്കിലും മരുന്ന് തേക്കുകയോ പിള്ളേരെ ഇല്ല. എപ്പോഴും നമ്മൾ വെളുത്ത് കൊടുക്കാനാണ് നമ്മൾ ഓരോന്നും വാരി തേക്കുന്നതല്ലേ. നമ്മൾ വേറൊന്നും തേക്കുന്നില്ല. നമ്മൾ ഇതേപോലുള്ള കെമിക്കലുകളൊന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള ടിപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അവിടെ വെളുക്കാനോ വെളുത്ത് തൊടുക്കാനോ ഒന്നുമല്ല. ഒരു മാറ്റം നമ്മുടെ മുഖത്ത് എന്തായാലും നമുക്ക് കിട്ടും. നല്ല വ്യത്യാസം നമുക്ക് കിട്ടും. നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കേട്ടോ. അതാ പറഞ്ഞത്, ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നിർത്തിപ്പോയത്. തുടർച്ചയായിട്ട് നമ്മൾ ഓരോ ദിവസം ഓരോന്നിട്ടാലും ഒരു കുഴപ്പമില്ല. സുപ്പ് തേരുന്ന ഓരോന്ന് ചെയ്ത് കാണിക്കുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഇതുവരെ ദൈവം സഹായിച്ച അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് അഥവാ അങ്ങനെ പേടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലോ ചെവിയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോണ്ടി ഒന്ന് നോക്കി ഇച്ചിരി നേരമൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും ചിലതിനൊക്കെ എന്തെങ്കിലും ഒരു അലർജിയൊക്കെ ഇല്ലാതെ വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നമ്മളിപ്പം ടെസ്റ്റ് ചെയ്തതിനകത്തും ഒരു കുഴപ്പങ്ങളും ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പേടിയുള്ളവരെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല പായ്ക്കുകളാണ് എല്ലാം കേട്ടോ. അപ്പോഴേ സൂപ്പ് ഇച്ചിരിയും കൂടെ പണിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും കഴുകി മാറ്റുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ സൂപ്പിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസമായിരിക്കട്ടെ. രാത്രിയാവും എൻ്റെ വീഡിയോ ഒക്കെ വരാൻ. എന്നാലും നാളെ നല്ലൊരു പുലരിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ. തമ്പുരാന് ആർക്കും ആപത്തും കാര്യങ്ങളും ഒന്നും തരാതെ ഇരിക്കുക നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ 2024 അവസാനം നമുക്ക് പ്രാർത്ഥനകൾ മാത്രമായിരിക്കണം കേട്ടോ. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് സുഖവും സമാധാനവും മാത്രം തമ്പുരാൻ എല്ലാവർക്കും തരട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഖുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സഹായിക്കണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ